പുന്നൂർക്കുളം പഞ്ചായത്തിൽ യുഡിഎഫിന്റെ ചരിത്ര മുഹൂർത്തം. രൂപീകരണ കാലം മുതൽ എൽഡിഎഫിന്റെ കുത്തകയായിരുന്ന പഞ്ചായത്തിൽ ഹസൻ തളികശ്ശേരി ചരിത്രത്തിലെ ആദ്യ യുഡിഎഫിന്റെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ശനിയാഴ്ച കാലത്ത് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കെ.എച്ച്. ആബിദ് ഹസൻ തളികശ്ശേരിയുടെ പേര് നിർദ്ദേശിക്കുകയും കെ.പി. ധർമ്മൻ പിന്താങ്ങുകയും ചെയ്തു. എൽഡിഎഫിനു വേണ്ടി ശോഭാ പ്രേമൻ എ.ഡി. ധനീബിന്റെ പേര് നിർദ്ദേശിക്കുകയും എം.പി. സുജീഷ് പിന്താങ്ങുകയും ചെയ്തു. എൻ.ഡി.എക്ക് വേണ്ടി സീന സുരേഷ് ഷാജി തൃപ്പറ്റിന്റെ പേര് നിർദ്ദേശിക്കുകയും അനിത ധർമ്മൻ പിന്താങ്ങുകയും ചെയ്തു. ആദ്യ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് 9, എൽ.ഡി.എഫ് 7, എൻ.ഡി.എ 4, എസ്.ഡി.പി.ഐയുടെ അസാധു വോട്ട് എന്നിങ്ങനെയായിരുന്നു ഫലം. പിന്നീട് രണ്ടാം റൗണ്ടിൽ യു.ഡി.എഫ്, എൽ.ഡി.എഫ് മത്സരിച്ചപ്പോൾ 9 വോട്ട് നേടി ഹസൻ തളികശ്ശേരി വിജയിച്ചതായി വരണാധികാരി പ്രഖ്യാപിച്ചു. തുടർന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. യു.ഡി.എഫ് പാർട്ടി പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചും ഷാളണിയിച്ചും നിയുക്ത പ്രസിഡന്റിനെ അഭിനന്ദിച്ചു. തുടർന്ന് ഉച്ചയ്ക്ക് 2:30 നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിലെ സൈനബ ഷുക്കൂർ, എൽ.ഡി.എഫിലെ ശോഭാ പ്രേമൻ, എൻ.ഡി.എയിലെ അനിത ധർമ്മൻ എന്നിവരായിരുന്നു മത്സര രംഗത്തുണ്ടായിരുന്നത്. ആദ്യ റൗണ്ടിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് 9, എൽ.ഡി.എഫിന് 6, എൻ.ഡി.എ 4, അസാധു 2 എന്നിങ്ങനെയായിരുന്നു ഫലം. എസ്.ഡി.പി.ഐയുടെ മെമ്പറും 16-ാം വാർഡിലെ എൽ.ഡി.എഫ് മെമ്പർ ജയന്തിയുടെ വോട്ടുമാണ് അസാധുവായത്. രണ്ടാം റൗണ്ടിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥിക്ക് 9 വോട്ടും എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിക്ക് 7 വോട്ടും ലഭിച്ചു. എൻ.ഡി.എ, എസ്.ഡി.പി.ഐ വോട്ട് അസാധുവാക്കി. പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ആൽത്തറയിൽ ആഹ്ലാദപ്രകടനവും ലഡുവിതരണവും ഉണ്ടായിരുന്നു. പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലതയുടെ നേതൃത്വത്തിൽ ജീവനക്കാർ പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു. വരണാധികാരി അണ്ടത്തോട് സബ് രജിസ്ട്രാർ ഗോപകുമാർ മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്.